അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി കുക്കീസാണ് കേട്ടോ. ഗോതമ്പ് പൊടി മാത്രമാണ്, മൈദ ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെ 2 കപ്പ്, ഈ കപ്പ് കൊണ്ട് എടുത്തിരിക്കണേ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതും ഈ കപ്പ് കൊണ്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 1 നുള്ള് ഉപ്പും പിന്നെ 1 നുള്ള് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. മെൽറ്റ് ചെയ്തതല്ല, ഇങ്ങനെ ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്തിരിക്കണേ. പിന്നെ ഈ കപ്പിൽ ഒരു 3/4 കപ്പോളം ഗീ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കയ്യാട്ടോ യൂസ് ചെയ്യണം. എൻ്റെ കയ്യിലൊന്നുമില്ല, നല്ല ക്ലീൻ ചെയ്ത കയ്യാണ്, ക്ലീനായിട്ട് കഴുകി തുടച്ച കയ്യാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് പഞ്ചസാരയും അതുപോലെ ഉപ്പും ഉള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ചേർക്കാം. എന്നിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അരിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗീ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഗീ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും വരും. മാത്രമല്ല കുട്ടികൾക്ക് നല്ലതാണല്ലോ ഗീ. ഇപ്പോൾ മുതിർന്നവർക്കാണ്, കുറച്ച് ഏജ് ആയവർക്കാണെങ്കിൽ ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി മാവ് പോലെയൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് കണ്ടങ്ങനെ ഇങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ പാകം. ഏതെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ടേബിൾ സ്പൂണിൻ്റെ ഒരളവ് അത് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കും, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതാണ് എൻ്റെ മോൾഡ്, ആസ്ഥാന മോൾഡ്. ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ഷേപ്പ്. കണ്ടോ? ഇത് വയ്ക്കുക, വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അതെ മോൾഡിലേക്ക് ആക്കിയത്. കണ്ടോ? ഡബിൾ കൂടി നീങ്ങി കാണുമ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ ആ ചിരട്ട കൊണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കാറില്ല ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ, അതുപോലെ തോന്നാറില്ല. എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കുക്കീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് കണ്ട. ഇത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചിങ്ങനെ ബ്ലാക്ക് കളർ അവിടെ ഇവിടെയൊക്കെ വരും കേട്ടോ. അപ്പം എൻ്റെ മോള് ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയൂ. കഴിക്കൂ. സോഫ്റ്റ് ആണോ? ടേസ്റ്റ് ഉണ്ടാ? എന്താ നീ ഒന്നും മിണ്ടാത്ത? സൂപ്പറാണ്. അപ്പം നമ്മുടെ കുക്കീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് കണ്ട. ഇത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചിങ്ങനെ ബ്ലാക്ക് കളർ അവിടെ ഇവിടെയൊക്കെ വരും കേട്ടോ. അപ്പം എൻ്റെ മോള് ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയൂ. കഴിക്കൂ. സോഫ്റ്റ് ആണോ? ടേസ്റ്റ് ഉണ്ടാ? എന്താ നീ ഒന്നും മിണ്ടാത്ത? സൂപ്പറാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി കുക്കീസാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടല്ലേ